അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി പഴയ പള്ളി ജുമാ മസ്ജിദ്. തെക്കൻ കേരളത്തിലെ തന്നെ പ്രസിദ്ധവും ജാതി മതഭേദമന്യേ ധാരാളം ആളുകൾ ദിവസേന വന്നുകൊണ്ടിരിക്കുന്നതുമായ ഈ പള്ളിയെക്കുറിച്ചും ഇവിടെ അടങ്ങിയിട്ടുള്ള പരിശുദ്ധരായ ഔലിയാക്കന്മാരെ കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ചിരപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ നാടാണ് ചങ്ങനാശ്ശേരി. ഈ നാടിന്റെ മഹാസംസ്കാരത്തിനും മതസൗഹാർദ്ദത്തിനും എന്നും വഴികാട്ടിയായി നിലകൊള്ളുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ചങ്ങനാശ്ശേരി പഴയ പള്ളി ജുമാ മസ്ജിദ്. മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പ്രതീകമായിരുന്ന തെക്കൻകൂർ മഹാരാജാവ് പള്ളിയിലെ ബാങ്ക് വിളിക്കൊപ്പം ക്ഷേത്രത്തിലെ ശംഖുനാദവും ചർച്ചിലെ മണിയടിയും സമയാസമയങ്ങളിൽ ശ്രവിച്ച് സായുജ്യമടയാൻ ആഗ്രഹിച്ചതിന്റെ പരിണിത ഫലമാണ് ഹിന്ദു മതവിശ്വാസികൾക്കായി കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രവും തൊട്ടടുത്ത് ക്രിസ്ത്യൻ വിശ്വാസികൾക്കായി സെന്റ് മേരീസ് വലിയ പള്ളിയും തൊട്ടടുത്ത് തന്നെ മുസ്ലിം വിശ്വാസികൾക്കായി പഴയ പള്ളി ജുമാ മസ്ജിദും അനുവദിക്കപ്പെടുന്നത്. ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആദരണീയരായ ആത്മീയ ദിവ്യ തേജസ്സുകളാണ് ഹാജി മീര സാഹിബ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവും സയ്യിദ് ഹൈദറൂസ് ബം മുർത്തള കുഞ്ഞുണ്ണിക്കോയ തങ്ങളും സയ്യിദ് അബൂബക്കർ ബം റളിയല്ലാഹു അൻഹു എന്നവരും. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്ന് ഇസ്ലാമിക പ്രചാരണാർത്ഥം കേരളത്തിലെത്തിയ ആത്മീയ ഗുരുവും ദൈവദാസനുമായിരുന്ന ഹാജി മീര സാഹിബ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ആണ് ഈ പള്ളിയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തായിരുന്നു മഹാനവർകൾ ധ്യാന നിരതനായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു നാൾ കൊട്ടാരത്തിൽ നിന്നും തെക്കങ്കൂർ രാജാവിന്റെ പത്നി തോഴിമാരുമായി നീരാടുന്നതിന് ചിത്രകുളത്തിലേക്ക് പോകുന്ന വഴി താളി പറിക്കുന്നതിന് എത്തുകയും തത്സമയം ശക്തിയായ മഴ പെയ്യുകയുമുണ്ടായി. കയറി നിൽക്കുവാൻ യാതൊരിടവുമില്ലാതിരുന്ന വനനിബിഡമായ പ്രദേശത്ത് അവർ നാലുപാടും നോക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നതും അവിടെ മഴയില്ലാത്തതായും ദൃഷ്ടിയിൽപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട പരിവാരത്തോട് കൈ ചൂണ്ടിക്കൊണ്ട് അല്പം അവിടേക്ക് മാറി നിന്നോളൂ, മഴ നനയില്ല എന്നദ്ദേഹം അരുളുകയും ചെയ്തു. അവർ അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് മാറി നിൽക്കുകയും അവിടെ മഴയില്ലായിരുന്നു എന്നത് അവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. തിരികെ കൊട്ടാരത്തിലെത്തിയ രാജ്ഞിയും തോഴിമാരും വിവരം രാജാവിനെ അറിയിക്കുകയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഭടന്മാരെ അയക്കുകയും ചെയ്തു. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയില്ല. അതിനെ തുടർന്ന് കൊട്ടാരത്തിലെ ഏറ്റവും മതപ്പാടുള്ള ആനയെ വിടുകയും ആനയാകട്ടെ അദ്ദേഹത്തിന്റെ പാതാരവൃന്ദങ്ങളിൽ സാഷ്ടാംഗം ചെയ്തു നിൽക്കുകയുമാണ് ഉണ്ടായത്. വിവരമറിഞ്ഞ രാജാവിന് ആ മനുഷ്യൻ സാധാരണക്കാരനല്ലെന്നും ഏതോ ദിവ്യശക്തിയാൽ ആത്മീയ ഉന്നതി കൈവരിച്ചയാളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് രാജാവും പരിവാരങ്ങളും നേരിൽ വന്ന് അദ്ദേഹത്തെ ആദരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊട്ടാരത്തിലെത്തിയ രാജാവ് വിശിഷ്ട ഫലമൂലാദികൾ നിറച്ച തളിക സമർപ്പിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന രാജാവ് സംസാരമധ്യേ വിവരം ധരിപ്പിക്കുകയും തനിക്കു സമർപ്പിച്ച തളികയിൽ നിന്ന് ഒരു പഴമെടുത്ത് രണ്ടായി മുറിച്ച് പ്രാർത്ഥിച്ച് രാജാവിനും പത്നിക്കും നൽകുകയും ചെയ്തു. തൽഫലമായി രാജ്ഞി ഗർഭം ധരിക്കുകയും രാജകുടുംബം സന്തോഷത്തിലാവുകയും ചെയ്തു. രാജാവ് അദ്ദേഹത്തെ വീണ്ടും സന്ദർശിച്ച് നന്ദി അറിയിക്കുകയും അങ്ങേക്ക് എന്താണ് ഞാൻ നന്ദി സൂചകമായി നൽകേണ്ടതെന്ന് ആരായുകയും ചെയ്തു. തനിക്ക് പ്രാർത്ഥന നിർവഹിക്കാൻ ഒരിടം മതിയാവുമെന്ന് അറിയിച്ച ആ മഹാന് രാജാവ് കരമൊഴിവാക്കി പതിച്ചു കൊടുത്ത സ്ഥലത്താണ് പഴയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരായ കറുത്ത തങ്ങളുടേതാണ് മറ്റൊരു മഖ്ബറ. ആലുവയിലെ തോട്ടുമുഖത്തു നിന്നും ചങ്ങനാശ്ശേരിയിലെത്തിയ കറുത്ത തങ്ങൾ പഴയ പള്ളിയിൽ സ്ഥിരതാമസമാക്കുകയും തന്റെ ആത്മീയ വിശുദ്ധിയിൽ ദൈവാനുഗ്രഹമായി ലഭിച്ച കറാമത്തുകൾ കൊണ്ട് മാറാരോഗങ്ങൾ സുഖപ്പെടുത്താനും കഷ്ടപ്പാടുകൾ മാറ്റാനും നാനാജാതി മതസ്ഥർക്ക് നന്മയേകാനും വിനിയോഗിച്ചു. അതുകൊണ്ടാണ് ഇന്നും ഇതര മതസ്ഥർ കറുത്ത തങ്ങളെ ദിവ്യപുരുഷനായി കരുതിക്കൊണ്ട് ആ മഖ്ബറയിൽ എത്തുന്നതും ആത്മീയ നിർവൃതി
നേടി സായുജ്യമടഞ്ഞ് അവർ തിരിച്ചു പോകുന്നതും. ഈ പരിശുദ്ധരായ ഔലിയാക്കന്മാരുടെ ദിവ്യദീപ്ത സ്മരണ നിലനിർത്താൻ ജമാഅത്ത് കമ്മിറ്റി അവരുടെ പേരിലുള്ള ആണ്ട് നേർച്ച എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ ദറജകളെ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ മദദ് നൽകി അല്ലാഹു നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെങ്കിലും ഇത് കേൾക്കുന്നവർ ഇവിടെ സിയാറത്ത് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ അനുഭവങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.